ഹലോ, നമ്മൾ ഇന്നൊരു ബീൻസ് മെഴുക്ക് പുരട്ടി വെക്കാനാണ് വന്നേക്കുന്നത്. നമ്മളൊരു വേറൊരു വീട്ടിലൊരു അടുക്കളയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് ഒരു ചീനച്ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആവശ്യത്തിനുള്ള കടുകിട്ട് അത് പൊട്ടിക്കണം. നമ്മളിത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, വളരെ പെട്ടെന്ന്. അപ്പം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സവോള അരിഞ്ഞതിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഏകദേശം ആവശ്യമുള്ളത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് അതിലേക്ക് ഇടാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടത് മൂത്ത് വന്ന് തോന്നുമ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ഇടുന്നു. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് നമ്മൾ ബീൻസ് ഇടുകയാണ്. ഇട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് മൂടി വയ്ക്കണം. മൂടി വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെളിച്ചെണ്ണയിലൊക്കെ കിടക്കുമ്പോൾ എന്ത് സ്മെല്ലാണ് വരുന്നതെന്നറിയാമോ? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീൻസ് മെഴുക്ക് പുരട്ടി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.